സ്ഥാനാർത്ഥിയാക്കാത്തതിൽ തനിക്ക് ഒരു വിഷമവുമില്ലെന്ന് ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ 24-നോട്. സ്ഥാനാർത്ഥിയാക്കാൻ പരിഗണിച്ചിരുന്നു എന്നത് അംഗീകാരമായി കാണുന്നു. അടൂർ പ്രകാശ് പരസ്യമായി പറയുമ്പോഴാണ് ആ വിവരം അറിയുന്നത് എന്നും അവർ പറയുകയാണ്. മറ്റ് ചർച്ചകൾക്ക് ഇനി പ്രസക്തിയില്ല എന്നും മറിയ ഉമ്മൻ പറഞ്ഞു. ഇടുക്കി ഉമ്മൻചാണ്ടി കോളനിയിൽ റോയ് കെ പൗലോസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയതായിരുന്നു മറിയ ഉമ്മൻ. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായിട്ട് ഉമ്മൻചാണ്ടി കോളനിയിൽ എത്തിയിരിക്കുകയാണ് മറിയ ഉമ്മൻ. എങ്ങനെയുണ്ട് ഇവിടെ വന്നപ്പോൾ ആളുകളുടെ ഒരു പ്രതികരണം? ഉമ്മൻചാണ്ടി കോളനി എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു സ്വന്തം വീട് പോലെ, സ്വന്തം കുടുംബം പോലെ തന്നെയാണ്. ഇവിടെ വരുമ്പം ആളുകളുടെ അതിയായ സ്നേഹം. ഞാനിത് 2ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ വരുന്നത്. നേരത്തെയും ഇവിടെ വന്നിട്ടുണ്ട്. അതൊരു മെഡിക്കൽ ക്യാമ്പ് നടത്താനാണ്. ഇപ്പം ഇലക്ഷൻ പ്രചരണത്തിനാണ്. ശ്രീ റോയ് കെ പൗലോസിൻ്റെ വിജയത്തിനായി അദ്ദേഹത്തിന് വേണ്ടി പ്രചാരണം നടത്താൻ ഇവിടെ എത്തിയത്. ഇവിടെ പ്രചാരണത്തിന് നടത്തുന്നതുകൊണ്ടുള്ള വ്യത്യാസമല്ല, എപ്പോഴും അപ്പയോടുള്ള വളരെ ഭയങ്കരമായ ഇമോഷണൽ കണക്റ്റുള്ള സ്ഥലമാണ്. അപ്പം പ്രചരണത്തിനെത്തുമ്പോൾ അത് തന്നെയാണ് പ്രകടമാകുന്നത്. അദ്ദേഹത്തിൻ്റെ വിജയം ഉറപ്പിക്കുന്ന വിധമാണ് ഇവിടെ നിന്ന് ആളുകളുടെ റെസ്പോൺസ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടിരുന്നു. പ്രചരണത്തിന് വേണ്ടി നേമത്ത് പോയ സ്ഥലത്ത് ഇങ്ങനെ വീടുകൾ ഓടിക്കയറുന്നത് ചാണ്ടി ഉമ്മൻ്റെ ഒരു രീതിയിൽ തന്നെയാണോ മറിയ ഉമ്മനും ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം സ്ഥലത്തൊക്കെ ചെല്ലുമ്പോഴത്തേക്ക്? വളരെ ചുരുങ്ങിയ സമയമേ നമുക്ക് ഇലക്ഷനുള്ളൂ. ഇനി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് മാക്സിമം മണ്ഡലങ്ങൾ കവർ ചെയ്യണം. അപ്പോൾ ഓടിയാലേ സാധിക്കുകയുള്ളൂ. അത് നേരത്തെയും പാർലമെൻറ്റ് ഇലക്ഷനും ചാണ്ടിയുടെ ഇലക്ഷനും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം തീരെ സമയം കുറവാണ്. അതുകൊണ്ടാണ് സ്പീഡിൽ പോകേണ്ടി വരുന്നത്. ഒരു സ്ഥാനാർത്ഥിയായിട്ടുള്ള ഓട്ടോ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഉണ്ടാകേണ്ടതായിരുന്നു അല്ലേ? അത് ഇനിയിപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസിനൊന്നും ഒരു പ്രസക്തിയുമില്ല. ഏറ്റവും നമ്മുടെ UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് UDFനെ സ്നേഹിക്കുന്ന ഓരോ വ്യക്തികളും ചെയ്യേണ്ടത്. അടൂർ പ്രകാശ് കഴിഞ്ഞ ദിവസം ഒരു വേദിയിൽ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ, മറിയ ഉമ്മൻ്റെ പേരും ഉണ്ടായിരുന്നു ഈ സ്ഥാനാർത്ഥി പരിഗണന പട്ടികയിൽ. അപ്പോൾ അത് അവസാന നിമിഷം ഒഴിവാക്കപ്പെട്ടു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒഴിവാക്കപ്പെട്ടു എന്ന് പറഞ്ഞ സമയത്ത് ഒരു വിഷമമുണ്ടായോ? ഒരു വിഷമവും ഇല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നെ അങ്ങനെ അദ്ദേഹം പറഞ്ഞത് ഞാൻ ആ സ്റ്റേജിൽ വെച്ചാണ്, അപ്പോഴാണ് ഞാൻ കേൾക്കുന്നത്. അത് ഞാൻ ഏറ്റവും വലിയൊരു പ്രിവിലേജ്, ഏറ്റവും സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. പക്ഷേ ഇപ്പോൾ പറഞ്ഞതുപോലെ UDFന്റെ സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് മുമ്പിലത്തെ ലക്ഷ്യം. എന്തായാലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തെരഞ്ഞെടുപ്പ് പ്രചരണവുമായിട്ട് മറിയ ഉമ്മനും സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. സുമിത്രൊപ്പം രാഹുൽ വിജയൻ, 24 ഇടുക്കി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.